ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ ഈ ചാനൽ ആരെങ്കിലും ഫസ്റ്റായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഫസ്റ്റ് ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം. ലക്ഷ്മി ചായ കൊണ്ടുവന്ന് കൊടുക്കുകയാണ്. ഇതാ ഏട്ടാ, സൂക്ഷിച്ച്. അതേപോലെ തന്നെ മലറിനും ചായ കൊടുക്കുകയാണ്. ആ സമയത്താണ് കോളിംഗ് ബെല്ലിൻ്റെ ശബ്ദം കേട്ടത്. ശബ്ദം കേട്ട് ലക്ഷ്മി പറയാണ്, ആരാണ്? അപ്പോൾ ലക്ഷ്മി പറയാ, ആരാണെന്ന് ചോദിച്ചിട്ടൊന്നും പറയുന്നുമില്ല. ലക്ഷ്മി, നീ പോയി ആരാണെന്ന് നോക്ക്. പുറത്ത് മറ്റാരുമല്ല. ലക്ഷ്മി നോക്കുന്ന സമയത്ത് സിദ്ധുവും ചന്ദ്രികയാണ്. ചന്ദ്രികൻ്റെ കോലം ആകെ മാറ്റിയിട്ടാണ് ഉള്ളത്. അപ്പോൾ ചന്ദ്രികയുടെ ചുരിദാറും ഹെയർ സ്റ്റൈലും കണ്ടിട്ട് ലക്ഷ്മി അന്തം വിട്ട് നിൽക്കുകയാണ്. ലക്ഷ്മി ചിരിച്ചുകൊണ്ട് വിളിക്കുകയാണ്, ഏട്ടാ ഇങ്ങോട്ട് വന്നേ, ചന്ദ്രികയെ നോക്കിയേ, ഏട്ടാ വേഗം വന്നേ, മലർ. അപ്പോൾ മഹേന്ദ്ര സാർ പറയാണ്, വാ മലർ, നമുക്ക് പോയി നോക്കാം. പെട്ടെന്ന് വാ. എന്താ ലക്ഷ്മി? വാ ഏട്ടാ. എന്തിനാ ലക്ഷ്മി ഇങ്ങനെ ധൃതി പിടിച്ച് വിളിക്കുന്നേ? അപ്പോഴാണ് മഹേന്ദ്ര സാറിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. ചന്ദ്രികയുടെ ആ മാറ്റം കണ്ട് എല്ലാവരും സന്തോഷത്തോടെ ചിരിക്കുകയാണ്. സിദ്ധുവിനും ചിരിയടക്കാൻ പറ്റുന്നില്ല. മഹേന്ദ്ര സാർ ചോദിക്കുകയാണ്, അയ്യ ചെയ്യോ, ഇത് ചന്ദ്രിക തന്നെയാണോ? ഞങ്ങളുടെ കണ്ണുകളെ വിശ്വസിക്കാൻ കഴിയുന്നില്ല. അകത്തേക്ക് വാ. അകത്തേക്ക് വാ. വാ 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 സിദ്ധു. ലക്ഷ്മി വീണ്ടും പറയാണ്, സത്യമായിട്ടും എനിക്കിത് വിശ്വസിക്കാനേ പറ്റുന്നില്ല. ശരിക്കും ഈ ഡ്രസ്സ്, ഹെയർ സ്റ്റൈല് എല്ലാം നിനക്ക് നന്നായിട്ട് ചെയ്യുന്നുണ്ട് ചന്ദ്രികയെ. അമ്മ ഒന്ന് പോവമ്മേ, എനിക്ക് ശരിക്കും വെള്ളമുണ്ട് നാണാന്ന്. സാറാ എന്നെ ബ്യൂട്ടി പാർലറിൽ കൊണ്ടുപോയി ഇങ്ങനെയൊക്കെ മാറ്റം വരുത്തിയത്. ഇത് കേട്ട് മലർച്ചിരിക്കുകയാണ്. അപ്പോൾ മഹേന്ദ്ര സാർ പറയാണ്, ഇവൻ നല്ല കാര്യമല്ലേ ചെയ്തത്, അതിനെന്തിനാ നീ വിഷമിക്കുന്നത്? മലർ പറയാണ്, അമ്മയെ ഇപ്പോൾ കാണാൻ സിനിമയിലെ ഹീറോയിനെ പോലെയുണ്ട്. മകൾ വാഴ്ത്തിയിരിക്കുന്നു എന്ന് പറയാണ് മഹേന്ദ്ര സാറ്. ഇതും പറയാണ്, ഓ ചന്ദ്രികെ കണ്ടില്ലേ, മലർ തന്നെ പറയുന്നു നിന്നെ കാണുന്ന സിനിമ നടിയെ പോലെ ഉണ്ടെന്ന്. ഇനി മുതൽ നീ ഇങ്ങനെ നടന്നാൽ മതി. ഒന്ന് പോ സാർ. സാർ പറയാണ് ലക്ഷ്മിയോട്, ഇതുവരെ ഞങ്ങൾക്കിങ്ങനെ തോന്നിയില്ലല്ലോ. സിദ്ധാർത്ഥിന് കറക്റ്റായിട്ട് തോന്നിയത് കണ്ടില്ലേ? അപ്പോൾ ലക്ഷ്മി, എന്തൊക്കെയാണെങ്കിലും അച്ഛനമ്മമാരെക്കാളും കരുതൽ കല്യാണം കഴിക്കാൻ പോകുന്ന ആൾക്ക് തന്നെയായിരിക്കുമല്ലോ. അത് കേട്ട് ചന്ദ്രികയും സിദ്ധുവും തല താഴ്ത്തി. അപ്പോൾ മഹേന്ദ്ര സാർ പറയാണ്, അത് സത്യം തന്നെയാണ് ലക്ഷ്മി. നമ്മളെക്കാൾ എന്തായാലും സിദ്ധാർത്ഥിന് തന്നെയാണ് ചന്ദ്രികയോട് സ്നേഹവും കരുതലും കൂടുതലുള്ളത്. അത് ചന്ദ്രികയ്ക്കൊന്ന് അറിയാവുന്ന രീതിയിൽ പറഞ്ഞു കൊടുക്കങ്ങളെ. കേട്ട് മഹേന്ദ്രൻ സാറും ലക്ഷ്മിയും പരസ്പരം നോക്കി ചിരിക്കുകയാണ്. അമ്മേ ഇനി ഇങ്ങനെ മതി, നല്ല ഭംഗിയുണ്ട് അമ്മേ, വെറുതെ ഇരിക്കടി എന്നെ കൊണ്ടിങ്ങനെ. അപ്പോൾ സിദ്ധു പറയാണ്, മോളെ ഇനി നീ ഒന്നും കൊണ്ടും വിഷമിക്കണ്ട, ഇനി മുതൽ മോളുടെ അമ്മ ഇങ്ങനെ തന്നെയായിരിക്കും, അതിന് ഞാൻ കയറേണ്ടിയിരുന്നു പോരെ. ലക്ഷ്മി കൈയൊക്കെ ഞെരിച്ചിട്ട് പറയാണ്, സുന്ദരി, ഞാൻ തന്നെ നിന്നെ കണ്ണുവെക്കും എന്നാ തോന്നുന്നത്. ആൻറ്റി ഇങ്ങനെയൊന്നും ദൃഷ്ടി ഒഴിഞ്ഞാൽ പോരാ, ചന്ദ്രികയുടെ മേൽ ഒരുപാട് കണ്ണുണ്ട്, അതുകൊണ്ട് വലിയ കുമ്പളങ്ങ തന്നെ കൊണ്ടുവന്ന് ചന്ദ്രികയെ നന്നായിട്ട് ദൃഷ്ടി ഒഴിയണം. മഹേന്ദ്ര സാർ പറയാണ്, ഞാനിപ്പോൾ തന്നെ വാങ്ങിക്കൊണ്ടുവരാം. അച്ഛാ ഒന്ന് വെറുതെ ഇരുന്നേ, എല്ലാവരും കൂടി എന്നെ കളിയാക്കാണോ? പോ. ചന്ദ്രിക വിഷമത്തോടെ അകത്തേക്ക് കയറിപ്പോയി. കണ്ട് എല്ലാവരും ചിരിക്കുകയാണ്. പിന്നെ കാണിക്കുന്നത് മേഘയെയും മനോഹരനെയുമാണ്. അപ്പോൾ മനോഹരൻ പറയാണ് മേഘയോട്, ഇവർ രണ്ടുപേരെയും നമുക്ക് അപ്പോയിൻമെൻറ്റ് ചെയ്തേക്കാം, ഇവർ രണ്ടുപേരും കുഴപ്പമൊന്നുമില്ല, അതുകൊണ്ടാണ്. അപ്പോഴാണ് മനീഷ് അകത്തേക്ക് കയറി വരുന്നത്. ചന്ദ്രിക ഇതുവരെ വന്നിട്ടില്ല എന്ന് തോന്നുന്നു. മനീഷ് ചന്ദ്രികയെ കാണുന്നില്ല. മനീഷിനെ കണ്ട് മേഘയും മനോഹരനും പരസ്പരം മാറി മാറി നോക്കുകയാണ്. മനീഷ് നേരെ കയറി വന്ന് ചന്ദ്രികയുടെ മേശപ്പുറത്ത് മനീഷിൻ്റെ കയ്യിലുണ്ടായിരുന്ന ഫയലൊക്കെ അവിടെ വെക്കുകയാണ്. അപ്പോൾ മേഘ മനോഹരന് എന്തൊക്കെയോ കണ്ണുകൊണ്ട് ആക്ഷനായിട്ട് കാണിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് മനോഹരൻ വന്ന് പറയാണ്, അതേ മേഘ നിന്നോട് ജോലിക്ക് വരണ്ട എന്നല്ലേ പറഞ്ഞത്, പിന്നെന്തിനാ നീ ഇവിടെ വന്ന് നിൽക്കുന്നത്? അവൾക്ക് ഇഷ്ടമില്ല എന്നറിഞ്ഞിട്ടും വീണ്ടും അവളുടെ മുന്നിൽ കറങ്ങി നടക്കുന്നത് എന്തിനാ? അല്ല, നീ എന്തിനാ ഇപ്പോൾ ചന്ദ്രികയുടെ കമ്പനിയിൽ ജോലിക്ക് കയറിയത്? നോക്ക്, നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ നിങ്ങൾ പോയിക്കോ. എന്നോടെന്തിനാ നിങ്ങൾ പോകാൻ പറയുന്നേ? ഞാൻ ഇവിടെ തന്നെ ജോലി ചെയ്യും. മര്യാദയ്ക്ക് നിന്റെ നാട്ടിലേക്ക് ഓടിക്കോ. നീ ഇവിടെ ജോലി ചെയ്തുകൊണ്ട് മേഘയുടെ മനസ്സ് മാറ്റാം എന്ന് മാത്രം കരുതരുത്. അത് ഒരിക്കലും നടക്കില്ല. മേഘ നിന്നെ ഒരിക്കലും സ്വീകരിക്കില്ലടാ. മനീഷ് പറയാണ്, ഞാൻ മേഘയ്ക്ക് വേണ്ടി ഒന്നുമല്ല വരുന്നത്, എനിക്കെൻ്റെ മോളാണ് പ്രധാനം. പ്രിയയ്ക്ക് വേണ്ടിയാ ഞാൻ ഈ നാട് വിട്ടു പോവാതെ ഇവിടെ നിൽക്കുന്നത്. അവൾ എവിടെയാണോ ഞാനും അവിടെ തന്നെ ഉണ്ടാവും. നോക്ക് മനീഷ്, എൻ്റെ വീട്ടിലുള്ളവർ നിന്നെ സപ്പോർട്ട് ചെയ്യും എന്നുള്ള വിശ്വാസത്തിലാണോ നീ സംസാരിക്കുന്നത്? വീട്ടിൽ നിന്ന് എനിക്ക് ഫേവറായിട്ട് വിധി വന്നതിന് ശേഷം എല്ലാവരെയും അവിടെ നിന്ന് അടിച്ച് പുറത്താക്കും ഞാൻ. അത് കഴിഞ്ഞാൽ പിന്നെ നിനക്ക് പ്രിയയുടെ മുഖം കാണാൻ പോലും സാധിക്കില്ല. അവളെ ഞാൻ എവിടെയെങ്കിലും കണ്ണെത്താ ദൂരത്ത് ഹോസ്റ്റലിൽ കൊണ്ടുപോയി നിർത്തും. മനീഷ് വെല്ലുവിളിക്കാണ്. ഞാൻ ഉള്ളിടത്തോളം കാലം അത് നടക്കാനേ പോകുന്നില്ല. എന്നിൽ നിന്ന് പ്രിയയെ നിനക്ക് അകറ്റാനേ പറ്റില്ല. മനീഷ് അതും പറഞ്ഞ് അവിടെ നിന്ന് പോയി. അപ്പം മനോഹരൻ മേഘയോട് പറയാണ്,
മേഘ, ഇവനോട് ഇങ്ങനെയൊന്നും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ആളുകളെ വെച്ച് ഒരു 4 അങ്ങ് കൊടുക്കണം. എന്നാൽ മാത്രമേ അവൻ ഇവിടെ നിന്ന് പോകൂ. മനോഹരൻ്റെ വാക്ക് കേട്ട് മേഘ എന്ത് ചെയ്യണം എന്നറിയാതെ ആലോചിച്ച് നിൽക്കുകയാണ്. ചന്ദ്രിക ചുരിദാറൊക്കെ ഇട്ട് അടിപൊളിയായിട്ട് ഹെയർ സ്റ്റൈലൊക്കെ ആക്കിയിട്ട് ഓഫീസിലേക്ക് വരികയാണ്. സിദ്ധു പറയാണ്, കയറി വാ ചന്ദ്രികയെ. ഓഫീസിലുള്ള സ്റ്റാഫുകളൊക്കെ ചന്ദ്രികയെ കണ്ട് അന്തം വിട്ട് നിൽക്കുകയാണ്. ചിലരൊക്കെ പറയാണ്, അസ്സലായിട്ടുണ്ട് അല്ലേ? അതെ. ഗീതയും മറ്റുള്ളവരും ഒക്കെ ചന്ദ്രികയെ കണ്ട് അന്തം വിട്ട് നിൽക്കുകയാണ്. ഗീത എന്നിട്ട് അടുത്ത് പോയിട്ട് പറയാണ്, ഹേയ് ചന്ദ്രികയെ, നീ തന്നെയാണോ ഇത്? ഈ ലുക്കിൽ നീ എന്ത് രസമായിട്ടുണ്ടെന്നറിയോ? ഇനി എന്നും ഓഫീസിൽ ഇതുപോലെ വന്നാൽ മതി. അടിപൊളിയായിട്ടുണ്ട്. നീ തന്നെയാണെന്ന് വിശ്വസിക്കാനേ പറ്റുന്നില്ല. ഒന്ന് പോകീതേ, എനിക്ക് വല്ലാതെ ചമ്മലാവുന്നുണ്ട്. അത് കേട്ട് സിദ്ധു ചിരിക്കുകയാണ്. എന്താ ചന്ദ്രികയെ, നീ ഇങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ? നീയാണ് എല്ലാവർക്കും മാതൃകയായിരിക്കേണ്ടത്. അങ്ങനെ പറഞ്ഞു കൊടുക്ക് ചന്ദ്രികയെ. ഇനി മുതൽ നീ ഇതുപോലെ വേണം ഓഫീസിലേക്ക് വരാൻ. ഓക്കെ? സിദ്ധു പറയാം. അപ്പോൾ ചന്ദ്രിക, ഒന്ന് പോ സാർ. ഇത് വീണ്ടും പറയാണ്, സിദ്ധു സാറിനെ പോലെ ഒരാളില്ലെങ്കിൽ നിന്നെ മാറ്റാനേ പറ്റില്ല. ഇദ്ദേഹം തന്നെയാ നിനക്ക് ശരിയാവും. അത് കേട്ട് സിദ്ധു ചിരിക്കുക. ഇത് എന്നിട്ട് പറയാണ്, സാറ് ചന്ദ്രികയുടെ കൂടെ എന്നും ഉണ്ടാവണം. ചന്ദ്രിക നടന്നു പോവുകയാണ്. അപ്പോൾ അടുത്തൊരു സ്റ്റാഫ് കണ്ടിട്ട് പറയാണ്, ഗുഡ് മോർണിംഗ് മാഡം. ഗുഡ് മോർണിംഗ് സാർ. മാഡം, ഈ ഡ്രസ്സിൽ സൂപ്പറായിട്ടുണ്ട്. ചന്ദ്രിക ചിരിക്കുകയാണ്. മാഡത്തിനെ ഇങ്ങനെ കാണാൻ ഭയങ്കര സർപ്രൈസ് ആയിട്ടുണ്ട്. മാഡം ഇങ്ങനെ തന്നെ എന്നും വരണം കേട്ടോ. ശരി, ട്രൈ ചെയ്യാം ഞാൻ. ഓക്കെ മാഡം. കണ്ടില്ലേ ചന്ദ്രികയെ, എല്ലാവർക്കും നിന്നെ ഇങ്ങനെ കാണാനാണ് ഇഷ്ടം. അതുകൊണ്ട് എപ്പോഴും നീ ഇതുപോലെ വേണം വരാൻ. നിങ്ങളൊക്കെ ഈസി ആയിട്ട് പറഞ്ഞു സാർ, പക്ഷേ എനിക്കൊരു ചമ്മല. എല്ലാം പതുക്കെ പതുക്കെ ശരിയായിക്കോളും ചന്ദ്രികയെ. നീ ക്യാമ്പിലേക്ക് പോയിക്കോ, ഞാൻ അങ്ങോട്ട് വരാം. ചന്ദ്രിക നേരെ ക്യാബിനിലേക്ക് പോവാണ്. അപ്പോൾ അവിടുന്ന് മേഘ മനോഹരനോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ തന്നെ ചെയ്താൽ മതി. ശരി, ഓക്കെ അല്ലേ? ചെയ്യാം, ശരി. അപ്പോഴാണ് പതിയെ ചന്ദ്രിക അകത്തേക്ക് കയറി വരുന്നത്. ചന്ദ്രികയെ പിന്നെ കാൽപാദം മുതൽ തലയോട്ടി വരെ നോക്കുകയാണ് മേഘയും മനോഹരനും. ചന്ദ്രിക പിന്നെ ഒന്നുകൂടി സ്റ്റൈലാക്കിയിട്ട് അവളുടെ സീറ്റിൽ പോയിരിക്കുകയാണ്. ചന്ദ്രികയുടെ ആ ഇരുത്തം കണ്ടിട്ട് മേഘയും മനോഹരനും പരസ്പരം നോക്കുകയാണ്. മേഘ, ചന്ദ്രിക മൊത്തത്തിൽ അങ്ങ് മാറിയല്ലോ. ഇത്രയും നാളൊരു ദരിദ്രവാസിയെ പോലെയാ ഓഫീസിൽ വന്നുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഇങ്ങനെ ഒരുങ്ങി ഇറങ്ങിയപ്പോൾ വലിയ മദാമയാണെന്നാണ് അവളുടെ വിചാരം. ഇവളെ ഇങ്ങനെ മാറ്റിയത് സിദ്ധാർത്ഥ തന്നെയായിരിക്കും. ഇനി ഇവളെ കൊണ്ട് നാളെ എന്തെല്ലാം കോമഡികൾ കാണിക്കാനാണ് പോകുന്നത് എന്നറിയില്ല. ഒരു സ്റ്റാഫ് അകത്തേക്ക് കയറി വരികയാണ്. ചന്ദ്രികയെ കണ്ട് അന്തപ്പെട്ട് നിൽക്കുകയാണ്. അപ്പോൾ ചന്ദ്രിക പറയാണ്, വരൂ. വാവ് മേഡം, ഇത് നിങ്ങളാണോ? എനിക്കിത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ലുക്കിൽ നിങ്ങൾ ബോൾഡായും വളരെ സുന്ദരിയായും ഇരിക്കുന്നു മാഡം. താങ്ക് യു. അപ്പം മനോഹരനും മേഘയും പരസ്പരം നോക്കുകയാണ്. അപ്പം സ്റ്റാഫ് വീണ്ടും പറയാണ്, ഇനി എന്നും ഇതേ ലുക്കിൽ വരണം മാഡം. നിങ്ങൾക്ക് ഈ ലുക്ക് നല്ല സ്യൂട്ടബിൾ ആയിരിക്കുന്നു. ശരി, ആയിക്കോട്ടെ. ഇതാ മാഡം ഫയൽ. ശരി, എന്നാൽ ഞാൻ വരട്ടെ. മേഘയ്ക്ക് ഒന്നും തിരിയുന്നില്ല. മേഘ എന്ത് ചെയ്യണമെന്നറിയാതെ വിഷമിക്കുകയാണ് അവിടുന്ന്. അപ്പോഴാണ് മനീഷ് കയറി വരുന്നത്. മനീഷും ചിരിച്ചുകൊണ്ട് കയറി വരികയാണ്. വാവ് ചന്ദ്രികയെ, വാവ്, നിങ്ങൾ തന്നെയാണോ ഇത്? എനിക്ക് എൻ്റെ കണ്ണുകളെ വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഈ ഡ്രസ്സിൽ നിങ്ങൾ സുന്ദരിയായിരിക്കുന്നു. ഇപ്പോൾ ഇടാൻ വേണ്ടി എന്തെങ്കിലും റീസൺ ഉണ്ടോ? ഏയ്, ഒരു റീസണും ഇല്ല. സിദ്ധു സാറാണ് എന്നെ ഇങ്ങനെ മാറ്റിയെടുത്തത്. എനിക്ക് തോന്നി സിദ്ധു സാറായിരിക്കും ഇങ്ങനെ മാറ്റിയതെന്ന്. ഇപ്പോഴാണ് നിങ്ങൾ ഈ പ്രൊഫഷനിൽ ചേർന്ന ലുക്കിൽ ആയത്. താങ്ക് യു മനീഷ്. ചോദിക്കാണ്, മാഡം മുംബൈക്ക് എപ്പോഴാണ് പോകുന്നത്? ചന്ദ്രികയും മനീഷും സീക്രട്ടായിട്ട് പറയാണ്. അത് കഴിഞ്ഞ് മനീഷ് പറയാണ്, ശരി, ഓക്കെ മാഡം. അതിനുശേഷം സിദ്ധു കയറി വരികയാണ്. എന്താ ചന്ദ്രികയെ, ഓഫീസിൽ എല്ലാവരും നിന്നെ പുകഴ്ത്തിയോ? അതെ സാർ, ഡെയിലി ഇതുപോലെ വരണം എന്നാണ് എല്ലാവരും പറയുന്നത്. ചന്ദ്രികയെ, നെക്സ്റ്റ് വീക്കിൽ നമ്മൾ ഇതുപോലെയായിരിക്കും മുംബൈയിലുള്ള കോൺഫറൻസ് മീറ്റിങ്ങിൽ ഞങ്ങൾ രണ്ടുപേരും പോകാൻ പോകുന്നത്. ശരി സാർ. മേഘ ഉടൻ പറയാണ്, അമ്മവാ, ഇതൊന്നും എന്നെ കൊണ്ട് കണ്ടുകൊണ്ടിരിക്കാൻ വയ്യ. വാ പോകാം. പോകാനായിട്ട് ഇറങ്ങിയെടുത്തുനിന്ന് വീണ്ടും വാതിൽക്കൽ നിന്നിട്ട് വിരലുകൊണ്ട് ഞൊട്ടയിട്ട് വിളിക്കുകയാണ്. എന്നിട്ട് പറയാണ്, ഡ്രസ്സ് മാറ്റിയാൽ നീ മേഘയാവും എന്ന് കരുതണ്ട. നിനക്ക് എൻ്റെ അടുത്ത് നിൽക്കാൻ പോലും പറ്റില്ല. അത് കേട്ട് സിദ്ധു കളിയാക്കി ചിരിക്കുകയാണ്. ചന്ദ്രികയെ, അവളോട് പോകാൻ പറ. അവൾക്ക് നിന്നോടുള്ള കുശുമ്പ. നീ അവിടെ ഇരിക്കും. അങ്ങനെ ചന്ദ്രിക അവിടെ ഇരുന്നു. ആ സമയത്ത് സിദ്ധുവും ചന്ദ്രികയും ഓരോ കാര്യങ്ങളും ഡിസ്കസ് ചെയ്യാണ്. പിന്നെ കാണിക്കുന്നത് മേഘ വീട്ടിൽ നിന്നും ഇറങ്ങുകയാണ്. ആ സമയത്താണ് മഹേഷ് അങ്ങോട്ടേക്ക് കയറി വരുന്നത്. മാഡം, നമസ്കാരം മാഡം. എന്താ മഹേഷ്, കുറേ നാളായിട്ട് നിന്നെ കാണാനേ ഇല്ലല്ലോ. നാട്ടിൽ പോയിട്ട് സെറ്റിലായിന്നാ ഞാൻ കരുതി.
അതേ മേഡം, ഞാനും നാട്ടിൽ പോയി ഒന്ന് സെറ്റിലാവാൻ വേണ്ടി ഇരിക്കുകയാണ്. ഓ, എന്നാൽ പോയി സെറ്റിലായിക്കൂടെ? മേഘ പറയണം മഹേഷിനോട്. അല്ല, സെറ്റിലാവണമെങ്കിൽ മേഡം എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം. മേഡം എനിക്കൊരു 20 ലക്ഷം രൂപ തന്നിരുന്നെങ്കിൽ എനിക്കൊരു സഹായമായേനെ. വാട്ട്, 20 ലക്ഷോ? ഞാനെന്തിനാ നിനക്ക് 20 ലക്ഷം തരുന്നത്? മേഡമല്ലേ ചന്ദ്രികയുടെ കൂടെ ജീവിക്കാമെങ്കിൽ എനിക്ക് പണം തരാമെന്ന് പറഞ്ഞത്? പറഞ്ഞു. ആ, എന്നിട്ട് നീ ഇപ്പോൾ ചന്ദ്രികയുടെ ഒപ്പാണോ ജീവിക്കുന്നത്? ഡിവോഴ്സായില്ലേ? 2 പേർക്കും ഇടയിൽ ഒന്നുമില്ലാതായി. എന്തിനാ നീ എന്നോട് വന്ന് പണം ചോദിക്കുന്നേ? മേഡം പറഞ്ഞിട്ടില്ലേ അവളെ ഞാൻ ശ്രീലങ്കയിലേക്ക് തട്ടിക്കൊണ്ടുപോയത്? അതുകൊണ്ട് എന്നെ പോലീസ് പിടിച്ചു. എന്നെ അവർ അറസ്റ്റ് ചെയ്തു ജയിലിൽ കിടക്കേണ്ടി വന്നു. മേഡം കാരണം ഞാൻ എന്തുമാത്രം കഷ്ടപ്പെട്ടെന്നറിയോ? ഞാൻ എൻ്റെ ഇഷ്ടത്തിന് എൻ്റെ ഭാര്യയുടെ കൂടെ ജോലി ചെയ്ത് ജീവിച്ചു വരികയായിരുന്നു. മേഡമല്ലേ എനിക്ക് പണം തരാം, ലൈഫ് ലോങ് സെറ്റ് ചെയ്തു തരാം എന്നൊക്കെ പറഞ്ഞത്? എന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നത്. ഇവിടെ വന്നപ്പോൾ ജയിലിൽ കിടന്ന് അടി വാങ്ങിച്ചത് മാത്രം മിച്ചം. എനിക്ക് മറ്റൊരു ലാഭവും ഇല്ല മേഡം. ഇനി മുതൽ എനിക്കിവിടെ നിൽക്കാനേ കഴിയില്ല. എനിക്ക് മേഡം പറഞ്ഞതുപോലെ ഒരു 20 ലക്ഷം രൂപ തരികയാണെങ്കിൽ ഞാൻ നാട്ടിൽ പോയി ഒരു കട തുടങ്ങി ജീവിച്ചോളാം. ഞാൻ പറഞ്ഞ ഒരു ജോലിയും നീ ചെയ്തു തീർത്തിട്ടില്ല. എല്ലാം നശിപ്പിച്ചിട്ട് വന്നിട്ട് എൻ്റെ മുന്നിൽ നിൽക്കണിപ്പോൾ. ഇതിനൊക്കെ ഞാനെങ്ങനെ പണം തരും? പാപ്പ ചെലവിനുള്ള പണം നീ വാങ്ങിക്കൊണ്ടല്ലേ എല്ലാം ചെയ്തത്. ഇത് തന്നെ നിനക്കധികം. എൻ്റെ കയ്യിൽ പണമൊന്നുമില്ല. വേഗം ഇവിടുന്ന് പോകാൻ നോക്ക്. എന്താ മേഡം, നിങ്ങൾ തമാശ പറയാണോ? നിങ്ങൾക്ക് വേണ്ടി ഞാൻ എത്രമാത്രം റിസ്ക് എടുത്തെന്നറിയോ? ജയിലിൽ വരെ ഞാൻ കിടക്കേണ്ടി വന്നു. ജയിലിൽ നിന്ന് വന്നതിന് ശേഷം എനിക്ക് ഒരാൾ ഒരു വിലയും തരുന്നില്ല. എനിക്കൊരു ജോലി പോലും കിട്ടുന്നില്ല. എന്നെ കാണുമ്പോൾ തന്നെ ആളുകൾക്ക് ഭയം. എൻ്റെ അവസ്ഥ ഇങ്ങനെയാണെങ്കിൽ എങ്ങനെ ഞാൻ ഇനി ജീവിക്കും? നിങ്ങൾ കാരണം എൻ്റെ ജോലിയും പോയി, എൻ്റെ ജീവിതവും പോയി. നിങ്ങൾ പണം തന്നെങ്കിൽ മാത്രമേ എനിക്ക് സ്വന്തമായി ഒരു കട തുടങ്ങി സ്വന്തമായി മര്യാദയ്ക്ക് ജീവിക്കാൻ പറ്റൂ. നോക്ക്, എൻ്റെ കയ്യിൽ ഇപ്പോൾ പണമില്ല. ആദ്യം നീ ഇവിടുന്ന് പോകാൻ നോക്ക്. മേഡം, മറ്റുള്ളവരോട് സംസാരിക്കുന്നത് പോലെ എന്നോട് സംസാരിക്കണ്ട. മേഡം കാരണം ഞാൻ ഒരുപാട് തല്ലും വാങ്ങിച്ചിട്ടുണ്ട്, നാണവും കെട്ടിയിട്ടുണ്ട്. ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടു മേഡം. അതിനൊക്കെ നിങ്ങൾ എനിക്ക് വില തന്നേ പറ്റൂ. ഭീഷണിയാണോ? അങ്ങനെ തന്നെ കൂട്ടിക്കോ. നിങ്ങളാണ് എന്നോട് ചന്ദ്രികയെ തട്ടിക്കൊണ്ടുവരാൻ പറഞ്ഞതെന്ന് മഹേന്ദ്ര സാറിനോടും സിദ്ധാർത്ഥിനോടും എല്ലാവരോടും പറയും. നീ പറഞ്ഞ അത് അവരങ്ങ് വിശ്വസിക്കും എന്ന് നീ തോന്നുന്നുണ്ടോ? നിങ്ങൾ എന്നോട് സംസാരിച്ച ഫോൺ കോളുകളിലുള്ള റെക്കോർഡ്സ് പോലും എൻ്റെ കയ്യിലുണ്ട്. അത് കേട്ടൊന്ന് ഞെട്ടുകയാണ്. അത് അവരെ കേൾപ്പിച്ച് കൃത്യമായ തെളിവുകളോടെ പറയുമ്പോൾ അവർ പിന്നെ അത് വിശ്വസിക്കാതിരിക്കുമോ? മഹേഷ് അതും പറഞ്ഞ് അവളെ കളിയാക്കി ചിരിക്കുകയാണ്. അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത്. അടുത്തതായി എനിക്ക് ഒരാഴ്ചത്തെ സമയം വേണം. ഞാൻ പണം അറേഞ്ച് ചെയ്ത് നിന്നോട് പറയാം. ഒരാഴ്ചയാക്കണ്ട, 10 ദിവസം വേണമെങ്കിലും എടുത്തോ. പക്ഷേ മേഡം പറഞ്ഞതുപോലെ എനിക്ക് 20 ലക്ഷം രൂപ ഉറപ്പായും കിട്ടണം. മേഡം എനിക്ക് പണം തന്നില്ലെങ്കിൽ ഞാനും മേഡവും സംസാരിച്ച ഫോൺ കോൾ റെക്കോർഡ്സ് എല്ലാം നിങ്ങളുടെ കുടുംബത്തിലെ എല്ലാവരെയും ഞാൻ കേൾപ്പിക്കും. മേഘ അതുകൂടി കേട്ടപ്പോൾ വല്ലാതെ അപ്സെറ്റായിരിക്കുകയാണ്. അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത്. അടുത്തതായി പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. See you all.